അസിഡിറ്റിയെ കുറിച്ചാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നത്. അസിഡിറ്റി ഉണ്ടാവുന്നതിനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണെന്നാണ് സംസാരിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഇതിൽ പ്രധാനമായിട്ടും ഒരുപാട് വറുത്തതും പൊരിച്ചതുമായിട്ടുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ പരമാവധി ഒഴിവാക്കുക. പകരം പഴങ്ങളും പച്ചക്കറികളും നമ്മുടെ ഭക്ഷണക്രമത്തിലേക്ക് ഉൾപ്പെടുത്തുന്നത് അസിഡിറ്റിയെ ഒഴിവാക്കി നിർത്താൻ ഒരു പരിധിവരെ സഹായിക്കുന്ന കാര്യങ്ങളാണ്. അതെ അതെ, പഴങ്ങൾ എന്ന് പറഞ്ഞാൽ ബനാനയ്ക്ക് ചെറിയൊരു പൊട്ടാഷ്യം ഒക്കെ ഉണ്ട്, കുറച്ച് ആൽക്കലൈൻ ആണ്. ശരിക്കും ബനാന ഭയങ്കര നല്ലതാണ്, പഴം എന്നുള്ളത്, വാഴപ്പഴം നമ്മുടെ ശരീരത്തിൽ. അതുപോലെ തന്നെ ആസിഡ് ആൽക്കലി റേഷ്യോ എന്ന് പറയുന്നത് 20:80 എന്നുള്ളൊരു റേഷ്യോയിലാണ് ആസിഡും ആൽക്കലിയും ഉണ്ടാകേണ്ടത്. അപ്പൊ തന്നെ നമുക്ക് ആലോചിക്കാം, ആൽക്കലൈൻ കണ്ടന്റിന്റെ 1/4 മതി ഈ ആസിഡ് കണ്ടന്റ്. അപ്പൊ തന്നെ നമുക്ക് മനസ്സിലാക്കാം അത്രേ ഹൈഡ്രോക്ലോറിക് ആസിഡേ നമ്മുടെ ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കേണ്ടതുള്ളൂ. ആ സമയത്ത്, അല്ലെങ്കിൽ ഇത് ഉൽപ്പാദിപ്പിക്കുന്ന സമയത്ത് നമുക്ക് കൃത്യമായി ഭക്ഷണം ലഭിച്ചില്ല എന്നുണ്ടെങ്കിൽ ഉണ്ടാകുന്ന ആസിഡ് കണ്ടന്റ് കൂടുകയും അതിനെ തുടർന്നുണ്ടാകുന്ന രോഗാവസ്ഥയിലേക്ക് നമ്മളെ എത്തിക്കുകയും ചെയ്യും എന്ന് ആ ഒരു റേഷ്യോയിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ ഇത്തരം അസുഖം വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് അങ്ങോട്ട് ഈ അസിഡിറ്റി എന്ന് പറയുന്നത് അൾസറിലേക്ക് എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഇതിനെ വളരെയധികം ശ്രദ്ധിച്ച് ഓരോ മരുന്ന് കഴിക്കുക. അപ്പോൾ ഈ ഒരു അവസ്ഥയിലേക്ക് എത്തിക്കാതെ തന്നെ ഒരു രോഗം വന്ന് നമ്മൾ ചികിത്സിക്കുന്നതിനേക്കാൾ എപ്പോഴും നല്ലത് അത്തരം രോഗങ്ങൾ ഒഴിവാക്കി നിർത്താൻ ശ്രമിക്കുക. അല്ലെങ്കിൽ അത്തരം രോഗങ്ങളിൽ ഒഴിവാക്കാനുള്ള എന്തെങ്കിലും ഒരു റെമഡി നമ്മൾ കണ്ടുപിടിച്ച് വെച്ച്. തീർച്ചയായും ഇതൊരു രോഗമല്ല, രോഗം എന്നുള്ളത് നമുക്ക് ആക്ച്വലി നമ്മുടെ കൺട്രോളിൽ ഇല്ലാത്ത കാര്യമാണ്. അസമയത്ത് ഒരു അവസ്ഥയാണ് ആക്ച്വലി. അതുകൊണ്ട് തന്നെ ഈ നമ്മുടെ ശരീരത്തിനെ അറിഞ്ഞുകൊണ്ട് മാത്രം, ഇപ്പൊ നമ്മുടെ ശരീരത്തിന് ഹെവി സ്പൈസസ് നമ്മുടെ ശരീരത്തിന് താങ്ങാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ അത് നമ്മുടെ ശരീരത്തിന് കൊടുക്കരുത്. കൃത്യസമയത്ത് ഭക്ഷണം കഴിക്കുന്ന ഒരാളാണെങ്കിൽ മേ ബി ഒരു നേരം ഹെവി സ്പൈസസ് എല്ലാം പറ്റിയെന്നിരിക്കാം, അല്ലെങ്കിൽ നന്നായിട്ട് സംഭാരവും മോരുവെള്ളവും ബോഡി കൂളിങ്ങും എല്ലാം സപ്ലിമെന്റ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ അതെല്ലാം കുഴപ്പമില്ലായിരിക്കും. പക്ഷെ അതുപോലെ നമ്മളുടെ മലയാളികളുടെ ഭക്ഷണശീലത്തിൽ എപ്പോഴും ഒഴിച്ചുകൂടാൻ പറ്റാത്ത ചില കാര്യങ്ങളാണ് ഈ അച്ചാറുകളൊക്കെ. അത് ഒക്കെ എന്ന് പറഞ്ഞാൽ ഒരുപാട് എരിവാണ് നമ്മുടെ ശരീരത്തിലേക്ക് കൊടുക്കുന്നത്. എന്തോരം മുളക് പൊടി ഇട്ടാണ് ഇങ്ങനെ നല്ല ചുവന്ന കളറിലൊക്കെ അച്ചാറുകൾ ഉണ്ടാക്കുന്നത്. അപ്പൊ ഈ അച്ചാറുകളൊക്കെ സ്ഥിരമായി കഴിക്കുന്നതും ഇത്തരത്തിലുള്ള അല്ലെങ്കിൽ അസിഡിറ്റിക്കൊക്കെ ഒരു കാരണമാണ്. അതുകൊണ്ട് കുറച്ചൊക്കെ നമുക്കത് ഒഴിവാക്കാൻ ശ്രമിക്കണം. പിന്നെ നമ്മൾ ഒരു പാശ്ചാത്യ ഒരു ഭക്ഷണ സംസ്കാരത്തിലേക്ക് നോക്കുകയാണെങ്കിൽ അവിടെയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഭയങ്കരമായ എരിവ്, ഭയങ്കരമായ പുളി, ഇത്തരത്തിലുള്ള ഒരു അങ്ങനെയുള്ള ഒരു ഭക്ഷ്യ സംസ്കാരമേ അല്ല അവർക്കുള്ളത്. ഇതെല്ലാം വളരെ മിതമായ തോതിൽ ഉപയോഗിക്കേണ്ടുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഭക്ഷ്യ സംസ്കാരത്തിൽ നമുക്ക് കുറച്ചൊരു പാശ്ചാത്യരെയും കൂടെ ഒരു മാതൃകയാക്കാമെന്ന് എനിക്ക് തോന്നുന്നു. ഇങ്ങനെ ഒരുപാട് എരിവും ഒരുപാട് പുളിയും ഒരുപാട് മധുരവും എനിക്ക് വേണം എങ്കിലേ എന്റെ ഭക്ഷണത്തിന് രുചിയുള്ളൂ എന്ന് ചിന്തിക്കേണ്ട കാര്യമൊന്നും ഇല്ല എന്ന് എനിക്ക്. തീർച്ചയായിട്ടും. പക്ഷെ നിങ്ങൾ അടുത്ത സെഗ്മെന്റ് കണ്ടിട്ട് വരുമ്പോഴേക്കും ഒത്തിരി അധികം അച്ചാർ ഇഷ്ടപ്പെടുന്ന ഒരാളോട് ഞാൻ 2 വാക്ക് സംസാരിക്കട്ടെ. അടുത്ത സെഗ്മെന്റ് ഫെങ് ഷുയ്. നമസ്കാരം. ഫെങ് ഷുയ് സെഗ്മെന്റിലേക്ക് ഏവർക്കും സ്വാഗതം. ഫെങ് ഷുയെ കുറിച്ചുള്ള സംശയ നിവാരണത്തിന് നമുക്കിന്നിവിടെ നമ്മോടൊപ്പം എത്തിയിരിക്കുന്നത് തേജസ് ഫെങ് ഷുയ് ഡയറക്ടറായ ഡോക്ടർ ഷാജി കെ നായർ സാറാണ്. സാറിനെ നമുക്ക് ഈ സെഗ്മെന്റിലേക്ക് സ്വാഗതം ചെയ്യാം. നമസ്കാരം സാർ. പല ജ്യോതിശാസ്ത്രപരമായിട്ട് ഉള്ള പലരോടും നമുക്ക് നിരന്തരമായി വരുന്ന ഒരു ചോദ്യവുമാണ്, വീട് വെക്കുന്നതിനെ കുറിച്ച് തന്നെയാണ് എല്ലാവർക്കും കൂടുതലും സംശയം വരുന്നത്. നമ്മൾ ഈ സ്റ്റെപ്പ് വീടിൻ്റെ മുൻവശത്ത് സെറ്റ് ചെയ്യുമ്പോൾ അത് 3 എണ്ണമാണ് സാധാരണ എല്ലാവരും ചെയ്യാറുള്ളത്. അതിനെ കണക്ക് കൂട്ടുന്നത് ലാഭം, നഷ്ടം, ലാഭം, അങ്ങനെ ഒരു കണക്കിലാണ് വരുന്നത്. അപ്പോൾ പലരും ചോദിക്കുന്നു, അകത്തോട്ട് കയറുമ്പോൾ ലാഭം, തിരിച്ചോട്ട് ഇറങ്ങുമ്പോൾ അത് നഷ്ടത്തിലാണോ പോകുന്നത് എന്നൊരു കൺഫ്യൂഷൻ പലർക്കും ചോദിക്കുന്നുണ്ട്. അതിനെക്കുറിച്ചിട്ട് ഡീറ്റെയിൽ ആയിട്ടൊന്ന് പറയാമോ? ശരിക്കും പറഞ്ഞാൽ ഇന്ത്യൻ വാസ്തു അനുസരിച്ച് നമ്മൾക്ക് വീടിൻ്റെ സ്റ്റെപ്പ് 3 എണ്ണമൊന്നല്ല പറയേണ്ടത്, ഒറ്റ സംഖ്യയിൽ വരിക. ഒറ്റ സംഖ്യയിൽ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ നല്ലതാണ് എന്നാണ് പറയാറ്. കാരണം സ്റ്റെപ്പില്ലാതെ ഫസ്റ്റ് എടുത്ത് ഉള്ളിലോട്ട് കാല് വയ്ക്കുന്ന രീതിയിലുള്ളത് ആവാം ലാഭം, ഇതിലോട്ട് വീട്ടിൽ കയറുന്നു. അതേപോലെ തന്നെ 3 സ്റ്റെപ്പാണ് ലാഭം, നഷ്ടം, ലാഭം, അങ്ങനെ കയറാം. അല്ലെങ്കിൽ 5 ലാഭം, നഷ്ടം, ലാഭം, നഷ്ടം, ലാഭം, ഇങ്ങനെ കയറത്തക്ക 5 ചെയ്യാം. അപ്പോൾ ഇങ്ങനെ നമുക്ക് സ്റ്റെപ്പ് ചെയ്യുന്നത് നമ്മുടെ ആ ബേസ്മെൻറ്റിൻ്റെ ഹൈറ്റ് അനുസരിച്ച് നമുക്ക് ആ സ്റ്റെപ്പ് സെറ്റ് ചെയ്യുന്നത് നല്ലതാണ്. അപ്പോൾ ചോദിച്ച ചോദ്യത്തിലൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമുണ്ട്. നമ്മൾ വീടിനകത്തോട്ട് കയറുന്ന ലാഭത്തിലാണല്ലോ പുറത്തോട്ട് നമ്മൾ തിരിച്ചിറങ്ങുമ്പോൾ അത് നഷ്ടത്തിലോട്ടാണല്ലോ എന്ന് പറയുന്നു. അതിനൊരു സിമ്പിൾ, ഒരു എന്താ പറയുക, ഒരു ചെറിയൊരു കോമൺ സെൻസുള്ള ഒരാൾക്ക് ചിന്തിക്കാൻ പറ്റുന്നൊരു കാര്യം,
എപ്പോഴും നമ്മുടെ ബേസ് എന്ന് പറയുന്നത് നമ്മുടെ വീടാണ്. ആ വീട്ടിൽ നമ്മൾ പുറത്തു പോയി കഷ്ടപ്പെട്ട് കൊണ്ടുവന്ന് സമ്പാദ്യം വയ്ക്കുന്നതും വീട്ടിലാണ്. ഇപ്പം ബാങ്കിലൊക്കെ ആണെങ്കിൽ നമ്മൾ നിൽക്കുന്ന വീട്ടിലാണല്ലോ. അപ്പം എന്താ സംഭവിക്കുക? വീട്ടിലെപ്പോഴും ലാഭത്തിൽ തന്നെ കാര്യങ്ങൾ കൈകാര്യം ചെയ്ത് കൊണ്ടുപോകണം. ഒരു ഗ്രഹനാഥൻ കിടന്ന് ആക്റ്റീവായിട്ട് വർക്ക് ചെയ്യുക, കഷ്ടപ്പെടുക, ഇതൊക്കെ എന്തിനു വേണ്ടിയാ? വീട്ടിലും വീട്ടിലുള്ള അംഗങ്ങളെയും സംരക്ഷിക്കുവാൻ വേണ്ടിയാണല്ലോ, പുറത്തുള്ള ആൾക്കാരെ സംരക്ഷിക്കാനല്ലല്ലോ. അപ്പൊ നമുക്ക് എപ്പോഴും എവിടെയാ ലാഭം വരേണ്ടത്? വീട്ടിലാണ്. അപ്പൊ തിരിച്ചിറങ്ങുമ്പോൾ നഷ്ടം വന്നാൽ നമുക്ക് അതിന് തെറ്റുണ്ടോ? ഇല്ല. അപ്പൊ ആ ഒരു ചോദ്യത്തിന് പ്രസക്തി ഉണ്ടോ? ഇല്ല. തെറ്റായിട്ടുള്ള പല ധാരണകളുമാണിത്. നമ്മളെപ്പോഴും വീട്ടിൻ്റെ ഉള്ളിലോട്ട് കയറുമ്പോഴാണ് ലാഭത്തിൽ നമ്മൾ കയറേണ്ടത്. കാരണം നമ്മൾ കൊണ്ടുവരുന്ന സമ്പാദ്യം ലാഭത്തിൽ വീട്ടിലാണ് സൂക്ഷിക്കുന്നത്. തിരിച്ചിറങ്ങി പോകുമ്പോൾ നമ്മൾ നഷ്ടത്തിലോട്ട് പോയാലേ നമ്മൾ ലാഭം ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുകയുള്ളൂ. കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും ലാഭത്തിൽ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്തിനാ കിടന്ന് കഷ്ടപ്പെടുന്നത്? അങ്ങനെയില്ല. അതുകൊണ്ട് അത് തെറ്റായിട്ടുള്ളൊരിതാണ്. അപ്പോൾ എപ്പോഴും നമുക്ക് വീടിൻ്റെ സ്റ്റെപ്പ് നമ്മൾ അറേഞ്ച് ചെയ്യുമ്പോൾ, ഇതൊക്കെ നമ്മൾ ഇപ്പോഴൊന്നും അല്ല ഇതൊന്നും കണ്ടുപിടിച്ചിട്ടുള്ളത്. പരമ്പരാഗതമായിട്ട് വാസ്തു ആചാര്യന്മാരാണ് ഇതൊക്കെ കണ്ടുപിടിച്ച് വെച്ചിട്ടുള്ളത്. എന്താ അവരുടെ ചോദിക്കാത്തത്? തിരിച്ചിറങ്ങിയപ്പോൾ അങ്ങനെയല്ലേ എന്ന് ചോദിക്കാത്തത്? അതിനുള്ള കൃത്യമായിട്ടുള്ള മറുപടികളും അവർ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതൊന്നും ശ്രദ്ധിക്കാതെ പോകുന്ന ആൾക്കാരാണ് ഇങ്ങനെയുള്ള തിരിച്ചുള്ള ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നത്. അതുകൊണ്ട് ശ്രദ്ധിക്കണം, എപ്പോഴും വീടിൻ്റെ സ്റ്റെപ്പൊക്കെ നമ്മൾ എപ്പോഴും വലത് കാല് വെച്ച് വീട്ടിനകത്തോട്ട് കയറുക എന്നുണ്ട്. അപ്പം അത് നമ്മളെപ്പോഴും ലാഭത്തിലോട്ടാണ് വീട്ടിലോട്ട് കയറുന്നത്. വലത് കാല് വെച്ച് കയറുക, അതാണ് മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് പഠിക്ക് കണക്കിൻ്റെ രീതിയും ഒറ്റ സംഖ്യയാണ് ഏറ്റവും നല്ലതായിട്ടുള്ളത്. തിരിച്ചിറങ്ങി പോകുന്നത് കണക്ക് കൂട്ടാറില്ല. തിരിച്ചിറങ്ങി പോകുന്നത് നമ്മൾ ഈ രീതിയിൽ തന്നെയാണ് പോകേണ്ടത്. എന്നാലേ നമുക്ക് ലാഭം വീട്ടിലോട്ട് കൊണ്ടുവരാൻ പറ്റുള്ളൂ. സ്റ്റെപ്പിൻ്റെ കാര്യത്തിൽ സംശയം തീർന്നല്ലോ. വീട് വെക്കാൻ എന്ന് പറയുന്നത് എല്ലാവരുടെയും ഒരു സ്വപ്നമാണ്. അപ്പം വസ്തു മേടിച്ച് അതിൻ്റെ വാസ്തു നോക്കി വീട് വെക്കുന്നതാണോ, ഓൾറെഡി വെച്ച വീടുകൾ മേടിക്കുന്നതാണോ? ഏതായിരിക്കും? വാസ്തു രണ്ടിനെയും ഡിപ്പെൻഡ് ചെയ്യില്ലേ? ശരിക്കും പറഞ്ഞാൽ നമുക്കൊരു വസ്തു വാങ്ങി വീട് വയ്ക്കുവാൻ കപ്പാസിറ്റി ഉണ്ടെങ്കിൽ അതായിരിക്കും ബെറ്റർ. കാരണം ഒരു വസ്തു വാങ്ങുമ്പോൾ തന്നെ നമുക്ക് ആ വസ്തു സൂട്ടബിൾ ആണോ അല്ലയോ ഫസ്റ്റ് നമ്മൾ നോക്കുന്ന കാര്യം അതാണ്. ആ വസ്തുവിൽ എനിക്ക് സൂട്ടബിൾ ആയിട്ടുള്ള വീട് വയ്ക്കാൻ കഴിയുമോ ഇല്ലയോ? കഴിയുമെങ്കിൽ നമുക്ക് ആ വസ്തു വാങ്ങി നമുക്ക് സൂട്ടബിൾ ആയിട്ടുള്ള പ്ലാനുകൾ കറക്റ്റ് ചെയ്തുകൊണ്ട് നമുക്കതിൽ വീട് വയ്ക്കാൻ പറ്റും. നേരെ മറിച്ച് നമ്മൾ ഒരു ഓൾറെഡി വർക്ക് ചെയ്തിട്ടുള്ളൊരു വീട് നമ്മൾ വാങ്ങുകയാണെങ്കിൽ അതിൽ വാസ്തു കറക്റ്റാണോ ഇല്ലേ എന്ന് പിന്നെ രണ്ടാമത് നമ്മൾ ചെക്ക് ചെയ്ത് അതിനെ വാസ്തു സൂട്ടബിളാക്കി എടുക്കാൻ ഒത്തിരി പാടാണ്. പലയിടത്തും നമ്മളിപ്പം ആൾക്കാർ ഫ്ലാറ്റുകൾ വാങ്ങിക്കുന്നവർ ഒത്തിരി ഫ്ലാറ്റുകൾ ഞാൻ നോക്കി കറക്റ്റ് ചെയ്ത് കൊടുക്കാറുണ്ട്. ചില ഫ്ലാറ്റിലൊക്കെയാണ്. അതാണ് കഴിഞ്ഞ 3-4 എപ്പിസോഡിന് മുമ്പേ ഞങ്ങളൊരു കാര്യത്തെക്കുറിച്ച് ഇങ്ങനെ സംസാരിച്ചിട്ടായിരുന്നു. ടോയ്ലറ്റിൻ്റെ കാര്യം. കന്നിമൂല ഭാഗത്ത് ടോയ്ലറ്റ് വരുമ്പോൾ അത് പൂർണ്ണമായിട്ടും അതിൻ്റെ റെമഡി എന്ന് പറയുമ്പം മാറ്റിയാലേ പറ്റത്തുള്ളൂ. പക്ഷേ ഫ്ലാറ്റിൽ അത് മാറ്റാൻ പറ്റത്തില്ല. അവിടെയാണ് ആ ചെടിയൊക്കെ വെച്ച് എനർജൈസ് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതേപോലെ ഫ്ലാറ്റിലൊക്കെ വരുമ്പം അത് വച്ച് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് പോവുക. അതിനാണ് നമ്മൾ കൂടുതലായിട്ട് ഫെങ്ഷിയൊക്കെ നമ്മൾ ആഡ് ചെയ്തുകൊണ്ട് നമ്മളത് ചെയ്യുന്നത്. ബാംഗ്ലൂരും ബോംബെയിലൊക്കെ ഒത്തിരി വീടുകൾ ചെയ്യുമ്പോഴൊക്കെ ഇങ്ങനെയാണ് ഈ നെഗറ്റീവ് ആയിട്ടുള്ള പോയിന്റിലൊക്കെ. കാരണം അവർ വാസ്തു നോക്കാറില്ല, അവർ ബിൽഡിംഗ് ടോട്ടൽ നോക്കും. പക്ഷെ നമ്മൾ അതിനകത്ത് ഒരു ചെറിയൊരു വീട് അല്ലെങ്കിൽ ചെറിയൊരു ഫ്ലാറ്റ് നമുക്ക് നോക്കുമ്പോൾ നമ്മൾ ആ ഫ്ലാറ്റിൻ്റെ വാസ്തുവാണ് നമ്മൾ നോക്കുന്നത്, ആ ബിൽഡിംഗ് കംപ്ലീറ്റ് ആണ് നോക്കുന്നത്. ചിലപ്പോൾ അവർ വാസ്തു നോക്കിയായിരുന്നു കഴിഞ്ഞാലും ആ ബിൽഡിംഗ് ഫുള്ളായിട്ടായിരിക്കും അവർ നോക്കുന്നത്. അതുകൊണ്ട് അതിൽ ഒരു വലിയ ഇതല്ല. നമ്മൾ പുതിയതായിട്ട് നമുക്ക് സ്വന്തമായിട്ടൊരു വീട് വയ്ക്കണമെങ്കിൽ ആദ്യം വസ്തു സെലക്ട് ചെയ്യുക, അതിന് നമുക്ക് സൂട്ടബിളായിട്ടുള്ളൊരു പ്ലാൻ കണ്ടെത്തുക, അതനുസരിച്ച് നമ്മളുടെ ഇഷ്ടം അനുസരിച്ച് ഒരു വീട് പണിയുക. അതാണ് കാരണം ഒരു മനുഷ്യൻ്റെ ബേസാണ് വീട്. അവൻ ലോകത്തിൻ്റെ ഏത് കോണിൽ പോയി കഴിഞ്ഞാലും ഈ വീടിൻ്റെ എനർജി പോലെ ഇരിക്കും അവൻ്റെ ജീവിതം, അവൻ്റെ ലൈഫ് സക്സസ് ആവുന്നത്. നമ്മുടെ ബേസ്, നമ്മുടെ പ്രധാന ആ വീടിൻ്റെ എനർജി പോലെ ഇരിക്കും. ആ വീട് നെഗറ്റീവ് ആണെങ്കിൽ തീരും. അതേപോലെ തന്നെ ഗൾഫിൽ നിന്ന് വർക്ക് ചെയ്യുന്ന പല ആൾക്കാരും അവിടെ നിന്നുകൊണ്ട് ഇവിടെ എനിക്കൊരു വീട് സ്ഥലം വേണമെന്ന് പറഞ്ഞിട്ട് വാങ്ങിക്കും. അപ്പം സൂട്ടബിളായിട്ടുള്ള ഇപ്പം അച്ഛനും അമ്മയും ഉണ്ടെങ്കിൽ ഒരു ബ്രോക്കറുടെ പറയും ഇന്നടത്തൊരു വീട് കിടപ്പുണ്ട്, അവർ വിൽക്കാനിട്ടൊക്കെയാണ്. കുഴപ്പമില്ല, മോന് കാണുന്നില്ല, അവിടെ നിന്ന് ക്യാഷ് അയച്ചു കൊടുക്കുന്നു, ഇവിടെ നിന്ന് വീട് വാങ്ങുന്നു, വീട് മോൻ്റെ പേരിൽ പ്രമാണം ചെയ്യുന്നു, 3 മോൻ അവിടെ വീഴുന്നു. കാരണം ഈ ഒരു എഫക്റ്റ് ഭയങ്കരമായിട്ട് നിൽക്കുന്നതാണ്. നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന കാര്യമാണ്. ആദ്യം ഏത് വീട് നമ്മൾ സെലക്ട് ചെയ്യുമ്പോഴും അത് നമുക്ക് സൂട്ടബിൾ ആണോ, ഇവൻ വാടകയ്ക്ക് എടുക്കുന്ന വീട് പോലും അത് നമുക്ക് സൂട്ടബിൾ ആണോ എന്ന് നോക്കിയതിന് ശേഷം മാത്രമേ ചെയ്യാവൂ. അല്ലാതെ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒത്തിരി ദോഷം ഉണ്ടാവും. വാടകയ്ക്ക് കിടക്കുന്ന വീട് പോലും നമുക്ക് അത് ഒരുപക്ഷെ നമ്മൾ എടുത്തു പോയെങ്കിൽ പോലും നമുക്ക് സൂട്ടബിൾ ആയിട്ടുള്ള ഏതെങ്കിലും റൂമുണ്ടോ അതിനകത്ത് നമുക്ക് കിടക്കുവാൻ, എങ്കിൽ ആ റൂമിലേക്ക് കിടക്കാവും. ചിലപ്പോൾ മാസ്റ്റർ ബെഡ്റൂം എന്ന് പറഞ്ഞാൽ അറ്റാച്ച്ഡൊക്കെ ഉള്ള റൂമുകളൊക്കെ ആയിരിക്കും. ചിലപ്പോൾ അവിടെ നമുക്ക് കിടക്കാൻ പറ്റത്തില്ല, നമുക്ക് കിടക്കാൻ ചെറിയ റൂമായിരിക്കും കിട്ടുക. പക്ഷേ അതിൽ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ
വളരെ നല്ല മാറ്റമായിരിക്കും നമുക്കുണ്ടാകുന്നത്. അതുകൊണ്ട് പുതിയ വീട് വയ്ക്കുമ്പോൾ എപ്പോഴും വസ്തു വാങ്ങി അല്ലെങ്കിൽ പരമ്പരാഗതമായിട്ട് കിട്ടുന്ന വസ്തുവിൽ നമുക്ക് സൂട്ടബിൾ ആയിട്ടുള്ള രീതിയിലൊരു പ്ലാൻ തയ്യാറാക്കി വീട് വയ്ക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. അങ്ങനെയാണ് നമുക്കത് ചെയ്യേണ്ടത്. അപ്പം അതാ നമുക്ക് വേണ്ടുന്ന രീതിയിൽ അപ്പം ഈ ദോഷങ്ങളെല്ലാം തീർത്തുകൊണ്ട് കിച്ചൺ ആയിരുന്നാലും ബെഡ്റൂം ആയിരുന്നാലും ഇപ്പോൾ ഒരുപാട് ഫർദർ പ്രോബ്ലംസ് വരാതെ നമുക്ക് ശ്രദ്ധിച്ച് കാര്യങ്ങൾ കൈകാര്യം ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. എപ്പോഴും അതാണ് ഏറ്റവും നല്ലത്. അല്ലാതെ ഈ പുതിയ വീടുകൾ ചടിക്കറി വാങ്ങിക്കുമ്പോൾ ഇപ്പം തന്നെ ഒത്തിരി വീടുകൾ ആൾക്കാർ വെച്ച് വയ്ക്കുന്നുണ്ട്. ഒരു 3 സെൻറ്റ് സ്ഥലത്തിലും എന്താ പറയുക, അവരുടെ രീതി, അവരുടെ തോന്നിവാസം എന്നുണ്ടെങ്കിൽ ഞാൻ പറയും. കാരണം വെച്ചാൽ 3 സെൻറ്റ് സ്ഥലം ഉണ്ടെങ്കിൽ അവിടെ ഒരു 2 നില വീടൊക്കെ വെച്ചിട്ട് അവർ കൊടുക്കും. ആൾക്കാർ നോക്കുമ്പോൾ നല്ല ഭംഗിയുള്ള വീട്, അങ്ങനെ കളറൊക്കെ അടിച്ച് നല്ല ഭംഗിയുള്ള വീട് ചെന്ന് വാങ്ങിച്ചതിൻ്റെ അടുത്ത ദിവസം തൊട്ട് അവർക്ക് പ്രശ്നമാണ്. ഭൂമിയിൽ പില്ലർ വെച്ചിട്ട് മേളിലായിട്ട് മാത്രം വാർത്ത് ലെയർ ചെയ്യുന്ന അങ്ങനെയുണ്ട്, സെല്ലാർ ചെയ്തിട്ട്. ശരിക്കും നമുക്ക് ഇതിനകത്ത് ഇപ്പം ഫ്ലാറ്റുകളിൽ പോലും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഗ്രൗണ്ട് ഫ്ലോർ എപ്പോഴും അവർ കാറിൻ്റെ പാർക്കിംഗ് ഏരിയ ആയിരിക്കും ഉണ്ടാക്കുക. ഫസ്റ്റ് ഫ്ലോറിൽ താമസിക്കുന്ന ആൾക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാവും. ഈ ഫസ്റ്റ് ഫ്ലോറിൽ താമസിക്കുമ്പോൾ ആ അടിയിലുള്ള എനർജി പാസിങ് അത് ഫസ്റ്റ് ഫ്ലോറിലുള്ള ആൾക്കാർക്ക് അത് ബാധിക്കും. ഞാൻ ഇന്നലെ ഒരു കൊല്ലത്തൊരു ഫ്ലാറ്റ് ഞാൻ നോക്കിയതായിരുന്നു. ആ ഫ്ലാറ്റിലും സെയിം എഫക്റ്റാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് എപ്പോഴും ശ്രദ്ധിക്കുക, ഫ്ലാറ്റൊക്കെ വാങ്ങിക്കുമ്പോൾ നമ്മൾ ചെയ്യുമ്പോൾ 3rd ഫ്ലോർ 2nd ഫ്ലോർ തൊട്ട് മുകളിലോട്ടുള്ള ഏത് വേണം വാങ്ങിക്കാം, അല്ലെങ്കിൽ ഗ്രൗണ്ട് ഫ്ലോർ വാങ്ങിക്കാം. ഈ ഫസ്റ്റ് ഫ്ലോർ നമുക്ക് വാങ്ങിക്കുന്നതിന് തെറ്റില്ല, അതിൻ്റെ അടിയിൽ പാർക്കിംഗ് പാടില്ല. അങ്ങനെയുള്ളത് ചെയ്യാൻ പറ്റും. പില്ലറിൽ മാത്രമല്ല നിൽക്കുന്നുള്ളൂ. അപ്പം അടിയിലുള്ള എനർജി ഫുള്ളായിട്ട് പാസ് ചെയ്തുകൊണ്ട് നിൽക്കും. അത് നെഗറ്റീവായിട്ട് എഫക്റ്റ് ചെയ്യുവാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് അതിനകത്ത് വരുന്നത്. അതുകൊണ്ട് നേരത്തെ ചോദിച്ച ചോദ്യത്തിൻ്റെ ആൻസർ ഒന്നും കൂടെ ഞാൻ പറയുകയാണ്. നമ്മൾ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ കഷ്ടപ്പാടിൻ്റെ ഫലമാണ് ഒരു വീട് വയ്ക്കുന്നത്. ആ വീട് നമ്മൾ എപ്പോഴും ശ്രദ്ധിച്ച് ചെയ്യാൻ പാടുള്ളൂ. അത് നമുക്ക് സ്വന്തമായിട്ട് വസ്തു വാങ്ങി അല്ലെങ്കിൽ പരമ്പരാഗതമായിട്ട് കിട്ടുന്ന വസ്തുവിൽ നമുക്ക് സൂട്ടബിളായിട്ടുള്ള രീതിയിലൊരു പ്ലാൻ തയ്യാറാക്കി അത് ചെയ്യണം. അല്ലാതെ ചെയ്ത് വച്ച വീട് വാങ്ങാതിരിക്കാൻ ശ്രമിക്കുക. കഴിയുന്നിടത്തോളം ഈ രീതി ചെയ്യുക. നിങ്ങൾക്ക് കൂടുതലായിട്ട് എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ താമസിക്കുന്ന എല്ലാവരുടെയും ഡേറ്റ് ഓഫ് ബർത്തും വീടിൻ്റെ ഡയറക്ഷൻ എങ്ങോട്ടാണെന്ന് നോട്ട് ചെയ്തതിനു ശേഷം എന്നെ വിളിക്കുക. ഡയറക്റ്റ് കാണണമെന്നുണ്ടെങ്കിൽ ട്രിവാൻഡ്രം വെഞ്ഞാറമൂട് എലഞ്ഞിക്കാവ് ചാമുണ്ഡി ദേവി കുബേരക്ഷേത്രമുണ്ട്. കേരളത്തിലെ ആദ്യത്തെ കുബേരക്ഷേത്രമാണ്. ഞായർ, തിങ്കൾ, ചൊവ്വ ദിവസങ്ങളിൽ ഞാൻ അവിടെ ഉണ്ടാവും. വിളിച്ചിട്ട് വരിക. നമസ്കാരം.